നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. അഞ്ജു പാർവതി പ്രഭീഷ് സോഷ്യൽ മീഡിയയിൽ ഒരു മിന്നം താരമാണ്. പല വിഷയങ്ങളിലും വളരെ കണിശമായ മറുപടികൾ, വളരെ ശക്തമായ മൂർച്ചേറിയ വിശകലനങ്ങൾ. ഇന്ന് രഞ്ജിത്ത് ഉയർത്തിയ മറ്റൊരു വിവാദം, ആലപ്പി അഷ്റഫാണ് ആ കഥ കേരളത്തോട് പറയുന്നത്. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മുഖത്തടിച്ച രഞ്ജിത്തിന്റെ ഒരു കഥയാണ് ആലപ്പി അഷ്റഫ് ഇക്കഴിഞ്ഞ ദിവസം തന്റെ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രോഗത്തോടൊക്കെ മല്ലിട്ട് അവസാന കാലഘട്ടം വളരെ കണ്ണീരിലാണ് കഴിഞ്ഞത്. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒടുവിലിനെ പൊതുവെ മലയാളികൾക്ക് വലിയ ഇഷ്ടമാണ്. നല്ല സൗമ്യമായ പെരുമാറ്റം, സ്നേഹനിധിയായ ഒരു സഹോദരന്റെ സ്ഥാനത്തും അച്ഛന്റെ സ്ഥാനത്തും ഒക്കെ അഭിനയിച്ച മലയാളികളുടെ മനസ്സിൽ കുടിയേറിയ ഒരു താരം തന്നെയാണ്. ആറാം തമ്പുരാന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അദ്ദേഹം ഒരു തമാശ പറയുന്നു. ആ തമാശ ഇഷ്ടപ്പെടാത്ത രഞ്ജിത്ത് ലഹരിയിലായിരുന്നുവെന്നാണ് പറയുന്നത്, മദ്യലഹരിയിൽ. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചെവിക്കല്ല് നോക്കി അടിക്കുന്നു. ഒടുവിൽ കുഴഞ്ഞ് നിലത്തേക്ക് വീഴുന്നു. സഹപ്രവർത്തകർ അദ്ദേഹത്തെ താങ്ങിയെടുക്കുന്നു. എഴുന്നേൽക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പോലും കഴിയുന്നില്ല. അത്രയേറെ ഹൃദയം തകർന്ന, മനസ്സ് തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു ഒടുവിലെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. ഇത് തിരുത്തി പത്മകുമാറിനെ പോലെയുള്ള ചിലർ ഇന്ന് രംഗത്തെത്തി. പക്ഷേ പത്മകുമാറിന്റെ ഒക്കെ മുഖമടച്ച് ആലപ്പി അഷ്റഫ് മറുപടി കൊടുത്തു. പലരുടെയും സംഭാഷണങ്ങൾ പോലും ഇപ്പോൾ ഭയപ്പെടുത്തുന്ന തലത്തിലേക്ക് മാറുന്നു. ഇത് വിശ്വസിക്കുന്നുണ്ടോ ഈ കഥ ആലപ്പി അഷ്റഫ് പറഞ്ഞത്? തീർച്ചയായും. യൂഷ്വലി ഒരു യൂട്യൂബ് ചാനലിലൊക്കെ നമ്മളിങ്ങനെ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, കുറെ റീച്ചും ഹൈപ്പും കിട്ടാൻ വേണ്ടിയിട്ട് യൂഷ്വലി ഇങ്ങനത്തെ കഥകൾ സിനിമാ മേഖലയിലെ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പറയാനുണ്ട്. പക്ഷെ ഈ ഒരു വിഷയം ഞാൻ നോക്കി ആദ്യം കേട്ടപ്പോൾ തന്നെ മറുവശത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട, അദ്ദേഹത്തിന്റെ സിനിമകളായിക്കോട്ടെ, ആദ്യം എഴുത്തിന്റെ ശൈലി തൊട്ട് തിരക്കഥാകൃത്ത്, അവരുടെ സംവിധായകൻ, അപ്പം വളരെ പ്രതിഭയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ രഞ്ജിത്തിന്റെ അല്ലാതെ ഒരു സ്വഭാവത്തിന്റെ ഒരു കാരിയോഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമാ കാരിയോഗ്രാഫ് മുകളിലേക്ക് പോകുമ്പോൾ സ്വഭാവം ആസ് എ പേഴ്സൺ നമുക്ക് കാണാം നേരെ താഴേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രഞ്ജിത്ത് ആയതുകൊണ്ട് തന്നെ ആ ഒരു കഥയിലേക്ക്, മീൻസ് കഥ എന്ന് വിശ്വസിക്കുന്നില്ല, അനുഭവം. കാരണം പിന്നെ ഞാൻ ആലോചിച്ചു, 96 നടന്നൊരു സംഭവം 2024 അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. തീർച്ചയായും അപ്പം അന്ന് രഞ്ജിത്ത് 96 രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ തിരക്കഥാ മേഖലയിലേക്ക്, തിരക്കഥാകൃത്തം എന്നുള്ള രീതിയിൽ കൊടിച്ചൂടാൻ മന്നനാണ്. ബിക്കോസ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റും അങ്ങനത്തെ നമുക്കറിയാം, ആറാം തമ്പുരാൻ പോലൊരു സിനിമയിലേക്ക് എഴുത്തുകളും ആ ഒരു ശൈലി ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന ഒരു ഇതിൽ നിന്നപ്പോൾ തീർച്ചയായിട്ടും ഒടുവിൽ കൃഷ്ണ ചേട്ടൻ, നമുക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന് പകരം വെക്കാൻ ആരുമില്ല. ഇന്ന് അദ്ദേഹമൊക്കെ ഒഴിഞ്ഞു പോയ ആ ഒരു എന്താ പറയാ, ആ ഒരു സിംഹാസനം അവിടെ ഇപ്പോഴും empty ആണ്. നമുക്കറിയാം ആ ഒരു കഥാപാത്രങ്ങൾ ചെയ്യാനൊന്നും നാട്ടിൻപുറത്തിന്റെ നമ്മുടെ എല്ലാ അദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ അല്ലേ, അപ്പൊ വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ ആലോചിച്ചു, ശരിയായിരിക്കാം രഞ്ജിത്ത് ആരാണ്, രഞ്ജിത്തിനെ വാർത്തെടുത്തൊരു സംഘടനയുണ്ടല്ലോ SFI. കാരണം അത് പറയാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പൊതുവേദിയിൽ നോക്കിയിട്ട് ഇതേ രഞ്ജിത്താണ് പറഞ്ഞത് അല്ലേ, എനിക്ക് കൂവിയ ആൾക്കാരെ നോക്കിയിട്ട് പറഞ്ഞു, നായ്ക്കളായിട്ട് ഉപമിക്കാനൊക്കെ ഒരു ഉളുപ്പമില്ലാതെ ഞാൻ SFIയിൽ നിന്ന് വന്ന ആളാണെന്ന് തുറന്നു പറഞ്ഞിട്ട് അയാൾ കാണിച്ചു നോക്കാൻ, മൊത്തത്തിൽ നോക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടൊക്കെ ഇരുന്നിട്ട് അയാൾ കാണിച്ചു കൂട്ടിയ ഒരുപാട് കള്ളത്തരങ്ങളുടെ കഥകൾ പിന്നീട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും വളരെ വിഷമം തോന്നി ഒരു പ്രേക്ഷക എന്ന നിലയിൽ. രഞ്ജിത്തിനെ കുറിച്ചുള്ള വർണ്ണനകൾ ആലപ്പി അഷ്റഫ് നടത്തുന്നത് വളരെ സ്വാഭാവിക രീതിയിലാണ്. അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്നു. പെരുമാറ്റം വളരെ വിന്യാന്യതമായിരുന്നു. അയാളുടെ കഥകൾ ഏറെ വേറിട്ടതാണ്. മറ്റ് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ഒക്കെ അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചപ്പോൾ അതൊന്നുമില്ലാതെ നല്ല സർഗവൈഭവത്തോടെ അദ്ദേഹം തനത് സൃഷ്ടികൾക്ക് രൂപം കൊടുത്തു. ഇത്തരത്തിൽ വളരെ പുകഴ്ത്തി തുടങ്ങിയിട്ട് പിന്നീട് ആ വിജയത്തിൽ എല്ലാം മതിമറന്ന് മറ്റൊരു രഞ്ജിത്തായി തീർന്ന കഥയാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. പിന്നീട് മദ്യത്തിനടിമയായി, അഹങ്കാരം തലയ്ക്ക് പിടിച്ചു, വല്ലാത്ത ജീവിതമായിരുന്നു പിന്നീട് രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന്. ഞാനാണ് സിനിമ എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. അയാൾ തന്നെ കൂടെയുള്ളവരോട് പറയും, ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈം എൻ്റെ സിനിമയാണ്. അതൊരു അഹങ്കാരത്തോടെ അയാളുടെ പ്രയോഗങ്ങളായി. പിന്നീട് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ക്രൂരന്റെ മുഖമാണ് ആലപ്പി അഷ്റഫ് വിവരിക്കുന്നത്. നമ്മളത് വിശ്വസിച്ചു പോകുന്നത് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട ചില വർത്തമാനങ്ങളിലാണ്, ചില ആരോപണങ്ങളിലാണ്. ഒരു കൽക്കത്തയിൽ നിന്നുള്ളൊരു നടി രഞ്ജിത്ത് അപമാനിച്ചു എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്നു, ആരോപണങ്ങൾ നിരത്തി. പിന്നീട് അവർ ഇവിടെ പരാതി കൊടുത്തു. പിന്നീട് ഒരു യുവാവ് അയാളെ ബംഗളൂരുവിൽ ഒരു ഹോട്ടലിൽ വെച്ച് ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ യുവാവ് രംഗത്തെത്തുന്നു. അതും ഒരു പ്രകൃതി വിരുദ്ധ ലൈംഗികതയുടെ ഒരു കഥയാണ്. അപ്പോൾ ഇത്തരം വൈകൃതങ്ങളുടെ ഒരു
പ്രതീകം തന്നെയാണ് രഞ്ജിത്ത്. രഞ്ജിത്ത് എന്തു പറ്റി? എന്താണ് ഇത്ര വലിയൊരു അധംപതനം ഇയാൾക്ക് സംഭവിക്കാൻ? ബോധങ്ങൾക്ക് മേൽ അഹം എന്ന ഭാവം, അഹംഭാവം എന്ന് പറയും അല്ലേ. അഹംബോധമല്ല, അഹംഭാവം. അഹങ്കാരം ഒരു മനുഷ്യനെ എങ്ങനെയാക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് രഞ്ജിത്തിന്റെ അധപതനം. കാരണം അത് പ്രതിഭാതനാണ്, അത് തീർച്ചയായിട്ടും സർഗവൈഭവമുള്ള ഒരു വ്യക്തി. ആ രീതിയിലാണല്ലോ മലയാളികൾ നമ്മൾ ചേർത്തു. അദ്ദേഹത്തിന്റെ സിനിമയും ശരിയാണ്, കോപ്പിയടികളും അങ്ങനൊന്നും ഇല്ലാതെ ആ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഓരോ സംഭാഷണം അത് വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയ ഒരു വ്യക്തി. പക്ഷെ സ്വഭാവം വെച്ച് നോക്കിയപ്പോഴും എന്താ പറയാ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തി മാറി. മനുഷ്യൻ പറയല്ലേ, അഹങ്കാരമായി കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗത്തിന് തുല്യമാവും. അപ്പൊ വിവേചന ബോധം പോയി. ഞാനാണ് മലയാളം സിനിമയെ നയിക്കുന്നത്. അവിടേക്കാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ എന്താ പറയാ, ശ്രീകുമാരൻ തമ്പി സാറൊക്കെ അല്ലേ നിൽക്കുന്ന നമ്മൾ എനിക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ ഉയരും തോറും നമ്മുടെ തല, KS ചിത്ര അവരൊക്കെ പോലെ ഉയരും തോറും തല കുമ്പിട്ട് നിൽക്കും. പക്ഷെ ഇവരൊക്കെ എന്ത് പറ്റി, ഉയർന്നു കഴിഞ്ഞപ്പോൾ തലയ്ക്ക് മുകളിൽ മുഴുവൻ അഹങ്കാരം വന്നിട്ട് ഞാനാണ് രാജാവ് എന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ അധപതനം തുടങ്ങിയെന്ന് കാണാം. കഥയല്ല ജീവിതം എന്ന് പറയുന്ന പോലെ സിനിമയല്ല ജീവിതം. പക്ഷേ രഞ്ജിത്തിന്റെ ഇന്ത്യൻ റുപ്പി പോലുള്ള സിനിമ, എനിക്ക് ഇന്ത്യൻ റുപ്പി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എനിക്കും ചെറിയ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഒരു സാധാരണക്കാരന്റെ വിയർപ്പിന്റെ, ഒരു സാധാരണ ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ ആ സിനിമയിലുണ്ട്. അപ്പൊ നമുക്ക് വല്ലാത്തൊരു അഭിനിവേശം തോന്നും ആ സംവിധായകനിലേക്ക്, അല്ലെങ്കിൽ ആ കഥയിലേക്ക്, ആ കഥാപാത്രങ്ങളിലേക്ക്. അപ്പൊ വളരെ സാധാരണത്വം തുളുമ്പുന്ന ഒരു പച്ച മലയാളിയുടെ ജീവിതഗന്ധം പേറുന്ന ഒരാൾക്ക് എങ്ങനെ മറ്റൊരാളായി തീരാൻ കഴിഞ്ഞു? അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ലഹരി ഒരു ഫാക്ടർ മിക്കവാറും ലഹരിയായിരിക്കാം. ഈ ഒരു സംഭവത്തിലും അദ്ദേഹം ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു സമയത്ത് മനുഷ്യൻ അദ്ദേഹത്തിന് എന്താ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പോലും തോന്നാത്ത രീതിയിലാണല്ലോ പെരുമാറി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതായിരിക്കും. അതോടൊപ്പം തന്നെ സ്പിരിറ്റ് പോലൊക്കെ ഒരു സിനിമ ലഹരിയുടെ ഉപയോഗത്തിന്റെ ഏറ്റവും മോശം വശം കാണിച്ചു വെച്ചിട്ടുള്ള ഒരു സിനിമ എടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. നമുക്കറിയാം, ആ സ്പിരിറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്രയും അങ്ങനത്തെ ഒരു വ്യക്തി ശരിക്കും ലഹരിക്ക് അടിമ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു മനുഷ്യൻ എത്രയാണ് നമ്മൾ പറയുന്നതല്ല, പ്രവൃത്തിയിൽ വരിക അല്ലെ, ആ ഒരു ഇതായി മാറി. അദ്ദേഹം മദ്യപിച്ചിട്ട് വേദികളിൽ വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് പലപ്പോഴും ബോധം ഇല്ലാതെ തന്നെ അപ്പോഴൊക്കെ നമുക്കറിയാം, വലിയൊരു വേദിയിൽ വന്നിട്ട് നമുക്കറിയാം ഇവരൊക്കെ ഇത്ര ആൾക്കാരൊക്കെ മാതൃക ആകേണ്ട വ്യക്തികളാണ് സമൂഹത്തിന്. പക്ഷെ അവര് സ്വയം എക്സ്പോസ്ഡ് ആയി കാണുന്നത് ഇപ്പം നമുക്കൊരു രീതിയിലും അദ്ദേഹത്തിന് ഒരു മാതൃക ആക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വത്തിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ എഴുത്തിനെയും നമ്മൾ പറയല്ലോ വാക്കുകളെയും അത്രയേറെ ആദരിക്കുമ്പോഴും ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഏറ്റവും ആർക്കും അനുകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. പല കലാകാരന്മാരും പിന്നീട് പ്രായം കൂടുന്നതനുസരിച്ച് അവരുടെ സർഗവാസനകൾ, സർഗശക്തി കൂടുന്ന കാണുന്നു. പക്ഷെ രഞ്ജിത്തിനെ സംബന്ധിച്ച് ആ ഗ്രാഫ് നേരെ താഴ്ന്നേക്ക് പോയി. അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. മറ്റൊന്ന്, CPM പന്താവിലൂടെയാണ് ഇയാൾ നടന്നത്. ആദ്യം SFIയിലൂടെ വന്നു, പിന്നീട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻഷിപ്പ് കിട്ടിയത് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ. അന്ന് കോഴിക്കോട് മത്സരിക്കുമെന്നൊക്കെ പൊതുവെ പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് സീറ്റ് കിട്ടുന്നില്ല, പിന്നീട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആകുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെ പിന്നീട് കേരളം കാണുന്നത് ഷർട്ടിന്റെ ഒക്കെ ബട്ടൺ അഴിച്ച് ചലച്ചിത്ര അക്കാദമിയിൽ വേദിയിൽ ചെന്ന്, അന്ന് ചലച്ചിത്രോത്സവം നടക്കുമ്പോൾ ആ വേദിയിലേക്ക് ബട്ടൺസ് ഒക്കെ അഴിച്ച് ഒരു ഉന്മാദിയെ പോലെ കടന്നു ചെന്ന് എന്തൊക്കെയോ വായിത്തോന്ന് വിളിച്ചു പറയുന്ന ഒരാളായിട്ട്, ആളുകൾ കൂവുമ്പോൾ ഇയാൾക്ക് എന്ത് പറയണമെന്നറിയത്തില്ല, ഒരു മദ്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ഇത്തരം വിചിത്ര കാഴ്ചകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് കേരള ചലച്ചിത്ര അക്കാദമിയിലെ തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള പലരും ഇയാളെ പരസ്യമായി വിമർശിക്കുന്നുണ്ട്. ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ പുള്ളിയുടെ അപചയം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SFI എന്നല്ലാതെ പറയാൻ, പിന്നീട് ഒരു ഇടത് അടിമയായി മാറി. ഇടത് കുഴലുത്തുകാരൻ എന്നുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ചിന്താധാര മുഴുവൻ നമുക്കറിയാം. പൊതുവെ സാംസ്കാരിക നായകന്മാർ, കേരളത്തിലൊരു സാംസ്കാരിക നായകന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെവലിൽ നിൽക്കുവാണെന്ന് നമുക്കറിയാം. വാസ്തവം ഒന്നും എന്തിൽ സത്യം ഉണ്ടെങ്കിലും ആ സത്യം ഇടത് പക്ഷത്തിന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സത്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവർ എറിഞ്ഞു കൊടുക്കുന്ന എല്ലാം കഷ്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പദവികൾക്ക് വേണ്ടി. അപ്പൊ തീർച്ചയായും രഞ്ജിത്ത് എന്നുള്ള പ്രതിഭാതനായിട്ടുള്ള മനുഷ്യൻ ഒരു CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവി അല്ലെങ്കിൽ ഒരു ഇടത് ബുദ്ധിജീവി പരിവേഷത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ അപജയം. അതായത് കിട്ടുന്ന പദവികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നിന്നിരുന്ന ഒരു പദവിയിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിന്നൊരു ഔന്നത്യത്തിൽ നിന്ന് അദ്ദേഹം താഴേക്ക് പോയി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് കാണാം. എന്തുമാകാം എന്നൊരു തോന്നൽ തന്നെ ആവില്ലേ? കാരണം അതിനു മുമ്പ് കമൽ അതേ കച്ചേരിയിൽ ഇരുന്നപ്പോൾ കമൽ എത്രമാത്രം അധംപതിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. കമലിന്റെ ഫ്ളാറ്റിലേക്ക് സ്ത്രീകളെ വിളിച്ചു വരുത്തിയത് ഒന്നും രണ്ടുമല്ല, കൂട്ടത്തോടെ സ്ത്രീകളെ വിളിച്ചു വരുത്തുന്നു. അവർ പരാതിയുമായി പിന്നീട് രംഗത്തെത്തുന്നു. കമൽ എന്തൊക്കെ ചെയ്തു എന്നതിന്റെ ഏറ്റവും മ്ലേച്ഛമായ വിശദാംശങ്ങൾ. അപ്പോൾ കമലിന്റെ ഒരു മുഖം മൂടി പൊളിഞ്ഞ് അടുങ്ങി വീണ ആ കസേരയിലേക്കാണ് പിന്നീട് രഞ്ജിത്ത് ചെല്ലുന്നത്. രഞ്ജിത്തിനും സമാനമായ ദുരന്തമാണ് സംഭവിച്ചത്.
ഇതേ രഞ്ജിത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതായത് നമ്മുടെ സജി ചെറിയാൻ കുന്തവും കുടച്ചക്രവും എന്ന് ഭരണഘടനയെ പറഞ്ഞ് അദ്ദേഹം നിന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. തീർച്ചയായും എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതൊരു സാംസ്കാരിക നായകന്മാരും ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നടക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് ഒരു അപജയമാണ്. കാരണം തീർച്ചയായിട്ടും, കാരണം അവരുടെ ചിന്താശേഷി അല്ലെങ്കിൽ ആ ഒരു ചിന്തകള് എന്തിനോ അടിയറവ് വെച്ചിട്ട് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പലതും അവർ കണ്ടിൽ നടക്കുന്നു. കാരണം കൺമുന്നിലെ പലതും കാണാതെ അങ്ങ് അകലെയുള്ള സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്ക് അവർ മാറുകയാണ്. ഇപ്പം തീർച്ചയായിട്ടും ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് കിട്ടുന്നത് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നത് കൊണ്ട് ആ ഒരു ഇതിലാണ്. നമുക്കറിയാം ഈ ഒരു പ്രസ്ഥാനം, അദ്ദേഹം അഭിമാനത്തോടു കൂടി പറഞ്ഞു SFI പ്രസ്ഥാനത്തിൽ നിന്ന് വന്നതാണ്. അപ്പോഴും ഞാൻ ആലോചിച്ചൊരു കാര്യം, ഈ SFI പ്രസ്ഥാനം സമൂഹത്തിൽ തന്നിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്? നമുക്കറിയാം, വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള ശ്രീനിവാസൻ സാറിനെ നിലത്ത് തള്ളിയിട്ട് അടിച്ച ആ ഒരു ഇതാണ്. പിന്നീട് നമുക്ക് അറിയാമല്ലോ, സരസു ടീച്ചറിനെ പോലെ ഒരു എന്തോ രാഷ്ട്രീയപരം ആയിക്കോട്ടെ, ശവക്കുഴിയും ശവമഞ്ചവും അങ്ങനെ എന്തെല്ലാം എത്രയൊക്കെ ഇവർ ഗുരുത്വമില്ലെങ്കിൽ അല്ലെങ്കിൽ ഗുരുനാഥനെ പോലും അപഹസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമാണത്. അവർക്ക് അങ്ങനെ ഒന്നുമില്ല. ധാർഷ്ട്യം, പിന്നെ സാറ് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ധാർഷ്ട്യം അതാണല്ലോ മെയിനായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരുണ്ടടാ ചോദിക്കാനെന്നുള്ള പൊതുസമൂഹത്തെ നോക്കി ഞങ്ങൾക്കെതിരെ നിൽക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞു. ഒരു വശത്ത് പാർട്ടിയുടെ ഗുണ്ടകൾ, മറുവശത്ത് സൈബർ വെട്ടുകളി, ഭരണത്തിന്റെ ഒത്താശ, എല്ലാം എല്ലാം അതിലപ്പുറത്ത് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ വലിയ വെള്ളിത്തിരയിൽ കാണുന്ന താരരാജാക്കന്മാരുടെ പിന്തുണ, അപ്പോൾ എല്ലാം കൊണ്ടും പൂർണ്ണരായി എന്നൊരു തോന്നലാവാം. തീർച്ചയായും അതാവാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ രീതിയിലൊക്കെ ഒന്ന് പെരുമാറിയതും. അതോടൊപ്പം തന്നെ ഒരു രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ത്രീ സംവിധായികയും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. എനിക്ക് തോന്നുന്നു ഒരു പുള്ളിക്കാരത്തിന്റെ പേര് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരുന്നു അവര് പണ്ട്. ഒരു മറന്നുപോയി, അസംഘടിതർ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ എടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഒരു 5-6 സിനിമകൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ള, അത്രയേറെ സ്നേഹിക്കുന്ന മറ്റൊരു നടിയും ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ഇദ്ദേഹമായിട്ട് മനസ്സിലായി. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിയുടെ ഇടപെടലുകൾ അത്രയും ഇതാണ്. അന്ന് ആ പെൺകുട്ടീനെ പോലീസ് വന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത് കണ്ടൊരു സംവിധായകനാണ്. നടികളൊക്കെ ഇഷ്ടം പോലെ ആയപ്പോൾ കൂടുതൽ ആ ഒരു കാര്യത്തില് ജിജ്ഞാസ വന്നിട്ടായിരിക്കണം പ്രകൃതി വിരുദ്ധതയിലേക്ക് പിന്നീട് അയാൾ കടന്നു. അതെനിക്ക് തീർച്ചയായിട്ടും വല്ലാത്തൊരു ആരോപണമായിരുന്നു അത്. പക്ഷെ അത് അത്തരം കാര്യങ്ങളൊക്കെ കോടതിയിൽ നമുക്ക് കേൾക്കുമ്പോൾ അത് അത്ര വിശ്വസിക്കാൻ പോലും അതെ തീർച്ചയായും. പക്ഷെ പിന്നീട് വസ്തുതകളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ അതിൽ പോലും വിശ്വാസ്യത വന്നു. അവിടെയും കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇവർക്ക് ഇത്രയും ആൾക്കാരാണ് പല കാര്യങ്ങളിലും പെട്ടെന്ന് ആൾക്കാരെ വിധിക്കുന്ന ആൾക്കാർ, അല്ലെ? അതാണ് ഏറ്റവും വലിയ രസം. ഇദ്ദേഹത്തിനൊപ്പം നിന്നിട്ടുള്ള സ്ത്രീകളും ഒക്കെയാണ് ഇവിടെ നേരത്തെ കോടതിയിൽ ഒരു കുറ്റാരോപിതനെതിരെ ഒരുമിച്ച് നിന്നിട്ട് അവർ തന്നെയാണ് വിധിക്കുന്നത്. അയാൾ ചെയ്തു എന്നുള്ള രീതിയിലുള്ള വിധി നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. WCC ഭരിച്ചതുപോലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ത്രീകളാണല്ലോ. അപ്പൊ അതേ സ്ത്രീയുടെ പേര് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പേര് വരുന്നു, അങ്ങനെയല്ലേ ആ പയ്യന്റെ. അപ്പോഴൊക്കെ അവർ നിശബ്ദമായിരുന്നു. അപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേരളീയ സമൂഹം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഇടത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ, ഒരേ സമയം ഇടതടിമ അതുപോലെ ഇരയ്ക്കൊപ്പം ഒരുപാട് ഇരയ്ക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് വേട്ടക്കാരനൊപ്പം നിൽക്കും. എപ്പോഴാണ് വേട്ടക്കാരൻ ഇടതുപക്ഷ സഹയാത്രികരാവില്ല. ബാംഗ്ലൂരിൽ വെച്ച യുവാവിന്റെ ഫോട്ടോ എടുത്ത് രേവതിക്കാണ് അയച്ചു കൊടുത്തത്. അതങ്ങനെയാണ് ആരോപണം. അത് നിൽക്ക്. പക്ഷെ അതിൽ ആ പയ്യൻ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് ടാജിന്റെ. അപ്പൊ എനിക്ക് അറിയില്ല എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള സംഭവങ്ങൾ. ടാജ് കണ്ടത് കാരണം ബംഗളൂരിൽ തന്നെ പല രാജ് ഹോട്ടലുകളുണ്ട്. ഒടുവിൽ കണ്ടുപിടിച്ചു. ആ പുറംവാതിലും ആ പുറത്തുകൂടെ കടന്നു എല്ലാം കണ്ടുപിടിച്ചു. അപ്പോ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം എവിടെ എത്തി നിൽക്കുകയാണല്ലേ? അതെ അതെ, ശരിക്കും. അപ്പൊ ആ തലത്തിൽ നിന്ന് വേണം നമ്മൾ ഇപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നേർക്ക് നടത്തിയ ഈ ഒരു ക്രൂരത കാണാൻ. ഇത്തരമൊരു ക്രൂരത കണ്ടു നിന്ന മറ്റുള്ള താരങ്ങൾ, ഞാൻ അതാണ് ചോദിക്കും. ആലപ്പി അഷ്റഫ് അദ്ദേഹം ഇപ്പൊ യൂട്യൂബ് അദ്ദേഹം ശരിക്കും തുറന്ന് പറച്ചിൽ നടത്തി. സത്യം പറഞ്ഞാൽ ഒരു സല്യൂട്ട് ആണ് അദ്ദേഹത്തിന്. കാരണം ആ മേഖലയിൽ നിന്ന് നമ്മൾ പറയും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിനു മുമ്പ് നിനക്ക് പറയില്ലായിരുന്നോ എന്നൊക്കെ പത്മകുമാറൊക്കെ ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നു, പക്ഷെ അതൊരു ഒറ്റയ്ക്കുള്ള സംഭവം അല്ല, ഒരു ക്രൂസ് കണ്ടു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, ആലപ്പി അഷ്റഫ്. അപ്പം പത്മകുമാറിന്റെ ആരോപണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറുപടി എന്ന് പറയുമ്പോൾ അദ്ദേഹം അസോസിയേറ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്. പക്ഷെ എത്ര പേരുണ്ടായിരുന്നു കാണുമല്ലേ? ഈ ഒരു സംഭവം അറിയാതിരിക്കില്ലല്ലോ. പക്ഷെ അന്ന് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മുടിചൂട മന്നനോട് ചോദ്യം അവിടെയാണ് പോയിന്റ്. കാരണം ഒരു പക്ഷേ ആലപ്പി അഷ്റഫിന് തൊട്ട് ആർക്കും പറയാൻ പറ്റില്ല, അദ്ദേഹം നിൽക്കുന്ന പൊസിഷൻ അതാണ്. അപ്പൊ അന്നത്തെ രീതിയിൽ രഞ്ജിത്തിന് നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമ തൊട്ട് ഈ ആൾക്കാരൊന്നും കാണില്ല. നമുക്കറിയാം സിനിമാ മേഖല എന്തൊക്കെയായിരുന്നു എന്നും ആരാണ് ഭരിച്ചു വെച്ചിരുന്നതെന്നൊക്കെ ഹേമ കമ്മിറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചർച്ചയായതാണ്. അപ്പം ശരിക്കും 24 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അന്ന് രഞ്ജിത്ത് നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട് അല്ലെ? രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങ് നമ്മള് മലയാള സിനിമാ മേഖല രഞ്ജിത്തൊക്കെ പ്രതിഷ്ഠിച്ച ഉൾപ്പെടുന്ന ഈ ഒരു സംവിധാനം ഒരു കോക്കസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഞാൻ ഒരിക്കലും ഒരു മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടിയുമായി സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒന്നും റെക്കോർഡ് ചെയ്യരുത്, പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇത്തരം സംവിധായകർ ഈ അടിമകളെ ചൂണ്ടുന്ന പോലെ ചൂണ്ടിക്കാട്ടി വരാൻ പറയുന്ന അത്ര ആജ്ഞാശക്തിയോടെ ആയിരുന്നു ഒരു കാലത്ത് ഇവിടെ നിലനിന്നത്. അതെ, തീർച്ചയായും. അപ്പം ഒടുവിൽ സാർ അതുപോലെ ഞാൻ കണ്ടിരുന്നു, അദ്ദേഹം ഈ ഒരു പ്രശ്നത്തിന് ശേഷം വീണ്ടും ചന്ദ്രോത്സവം എന്ന് പറഞ്ഞുള്ള രഞ്ജിത്തിന്റെ ചിത്രത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ അദ്ദേഹത്തിന് ജീവിക്കണം. ജീവിക്കണമല്ലോ, അതാണ്. പ്രത്യേകിച്ച് രോഗിയായിരുന്നു ആ സമയത്ത്. നമുക്കറിയാം പിന്നീടുള്ള സിനിമകളിലൊക്കെ കാണുമ്പോൾ അദ്ദേഹം രോഗം കൊണ്ട് പൊറുതിമുട്ടി. ഇവരൊക്കെ ഇങ്ങനത്തെ ആർട്ടിസ്റ്റ് ഒന്നും മറ്റേ താര രാജാക്കന്മാരെ പോലെ കോടികൾ സമ്പാദിക്കില്ലല്ലോ. പലപ്പോഴും പലരുടെയും നമുക്കറിയാം അന്തരിച്ച മേഘനാഥൻ വണ്ടിച്ചെക്കുകളായിരുന്നു പലരും. അപ്പം അങ്ങനെയൊക്കെയുള്ള കലാകാരന്മാരെന്ന് പറയുമ്പം എപ്പോഴും താര രാജാക്കന്മാര് വേറൊരു സൈഡിലും, അതായത് നല്ല രീതിയിലുള്ള കല കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് എന്നും പ്രാരാബ്ധമാണ്. നമ്മൾ ഈ കോവിഡ് കാലത്ത് കണ്ടൊരു പ്രത്യേകതയുണ്ട്. 2000-ന് ശേഷം മലയാള സിനിമ മറ്റൊരു തലത്തിലേക്ക് തിരിഞ്ഞു. നേരത്തെ ഈ താര രാജാക്കന്മാർക്ക് വലിയ റോളില്ലായിരുന്നു. ഇപ്പോൾ താരങ്ങളാണ് ഇതിൽ മുഖ്യ റോൾ എടുക്കുന്നത്. ഇപ്പൊ ടൊവിനോ ആവട്ടെ, നമ്മുടെ ഭഗത് ഫാസിലാവട്ടെ, മറ്റുള്ള ഈ പുതുമുഖ പൃഥ്വിരാജ്, ഇവരൊക്കെ വലിയ നിർമ്മാതാക്കളാണ്. ഇവരാണ് ഇപ്പോൾ സിനിമ നിയന്ത്രിക്കുന്നതും സംവിധായകനെ നിയന്ത്രിക്കുന്നതും മറ്റ് സഹതാരങ്ങളെ നിശ്ചയിക്കുന്നതും തിരക്കഥാകൃത്ത് ആരാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവർ തന്നെയാണ്. പണ്ട് ഇതായിരുന്നില്ല. പണ്ട് സംവിധായകൻ തന്നെയായിരുന്നു അതിന്റെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. നമ്മൾ പറയും ഒരു കപ്പലാണെങ്കിൽ എന്റെ ക്യാപ്റ്റൻ എല്ലാം നിയന്ത്രിക്കും. മലയാള സിനിമയുടെ ആദ്യഘട്ടത്തിൽ സംവിധായകർക്ക് വലിയ പ്രാമുഖ്യമുണ്ടായിരുന്നു. പിന്നീട് താരരാജാക്കന്മാരുടെ ഉദയമായി. നമ്മുടെ മോഹൻലാല്, മമ്മൂട്ടി, സുരേഷ് ഗോപി, ഈ ഒരു രാജാക്കന്മാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ നിയന്ത്രിക്കാൻ തുടങ്ങി. അവർ സംവിധായകരെ വെക്കുന്നു. പക്ഷേ ആ ഘട്ടവും കഴിഞ്ഞ് ഇപ്പോൾ നിർമ്മാണത്തിൽ കൈവച്ച് നിൽക്കുകയാണ് മലയാളത്തിലെ സിനിമാ താരങ്ങൾ. അപ്പോൾ അവർക്ക് കൂടുതൽ അവർ നിശ്ചയിക്കുന്നതായി സിനിമ, അവർ നിശ്ചയിക്കുന്ന സംവിധായകരും എല്ലാം അവരിലേക്ക് ഒതുങ്ങി. അപ്പോൾ കാലഘട്ടം ഇപ്പോൾ മറ്റൊരു തരത്തിലാണ് വഴി തിരിഞ്ഞൊഴുകുന്നത്. പക്ഷേ യൂത്ത് എന്നുള്ള നിലയിൽ പരസ്പരം ഒരു ഓഡിറ്റിങ്ങിന് കുറച്ചുകൂടി വിധേയരാണ് ഇവർ. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പഴയ കാലമല്ല. ഇപ്പോൾ ആളുകൾ ഇപ്പൊ പഴയ തലമുറ പറയുന്നു പണ്ടത്തെ ഞങ്ങളുടെ കാലഘട്ടമല്ല, ഇപ്പോൾ MDMA-യും കഞ്ചാവും ഓപ്പൺ സെക്സും ഒക്കെയാണ് എന്ന് പഴയ തലമുറ ഇവരെ അവഹേളിക്കുന്നുവെങ്കിലും പഴയ തലമുറയെ ഒട്ടും പിന്നിലായിരുന്നില്ല എന്ന് വേണ്ട എല്ലാം ചിന്തിക്കാൻ. തീർച്ചയായും പഴയ തലമുറയിലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോ സോഷ്യൽ മീഡിയ നമ്മൾ പറയാം ഒരു ഓഡിറ്റിംഗ് ഇന്നിപ്പോ എല്ലാത്തിനും വിധേയമായത് കൊണ്ട് ഇതൊക്കെ പുറത്തു വിടുന്നേ ഉള്ളൂ. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ എന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു. വളരെ വളരെ പണ്ട് തന്നെ ആരോപണങ്ങൾ നമുക്കറിയാമല്ലോ, വിജയശ്രീയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ. അപ്പൊ എന്നും മലയാള സിനിമയെ നയിച്ചിരുന്ന പ്രമുഖ കോക്കസുകൾ എപ്പോഴും മലയാള സിനിമയിൽ ഉണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനൊക്കെ അതിജീവിച്ചാണ് ചില എന്താ പറയുക സംവിധായകർ ഈ മലയാള സിനിമയ്ക്കൊരു പേരും ഇത് കൊടുത്തത്. അതിൽ ശ്രീമാൻ തമ്പി സാർ ഉണ്ടാവാം, പിന്നീട് അത് കഴിഞ്ഞ് വന്ന തലമുറ സത്യൻ അന്തിക്കാട് സാർ കുടുംബ പ്രേക്ഷകരെ മുന്നിൽ നിർത്തിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, തീർച്ചയായും രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെതായ കുറെ സിനിമകളും മനോഹരമായിട്ടുള്ള ക്ലാസിക്കുകളാണ്. ലോഹിതദാസ്, അങ്ങനെയൊക്കെ നല്ല പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വഴിമാറി. പക്ഷെ അപ്പോഴും ഒക്കെ ഇതുപോലെ തന്നെയാണ് താര രാജാക്കന്മാർ സിനിമ നിയന്ത്രിക്കുമ്പം അവർക്ക് ഇപ്പം നമുക്കറിയാം ഗാന മേഖലകളിലും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്ന്. ഒരുപാട് കഴിവുള്ളവരെ ഒതുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായും എവിടെയും ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു കാണും. അപ്പൊ അന്ന് ഈ ഒരു സംഭവം 96-ൽ നടക്കുമ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ കലാകാരന് ഇദ്ദേഹത്തിനെതിരെ ഒന്നും പറയാനുള്ള ഒരു വോയിസ് ഉണ്ടാവില്ല. കാരണം അടുത്ത അവസരം കിട്ടില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അതിനുശേഷമായിരിക്കും അടുത്ത ഈ ഒരു സംഭവത്തിന് ശേഷം അത് സോൾവ് ആയി കാണാം. ഒരുപക്ഷെ ഒത്തുതീർപ്പൊക്കെ ഉണ്ടായി കാണാം. ഇന്നിതിപ്പോ വെളിയിൽ വന്നതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ ആലോചിച്ചു പോവുകയാണല്ലേ, ഇതുപോലെ എത്ര പേരുണ്ടായിരുന്നു കാണും ഇതുപോലെ കഥകൾക്ക്. മീൻസ് ഇത് ആത്മാഭിമാനം. അത് ഞാൻ ആലോചിച്ചു, അദ്ദേഹത്തെ കണ്ണ് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചു അല്ലെ, കലാകാരനാണ്. കേൾക്കുമ്പോൾ നമുക്ക് വലിയ നമ്മുടെ ഉള്ളിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. കാലം കണക്ക് തീർച്ചയായും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. എന്തിനും ഒരു കർമ്മ എന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ സത്യമാണ്. അന്നത്തെ ആ ധാർഷ്ട്യത്തിന് ഇന്ന് കാലം എണ്ണി അദ്ദേഹം ഇന്നില്ല ഒടുവിലും കൃഷ്ണൻ ചേട്ടൻ. പക്ഷെ ആ കണ്ണുനീരിനൊരു സത്യം ഉണ്ടായിരുന്നു അല്ലെ. അപമാനിക്കുക മനുഷ്യന്റെ വലിയവനാണെങ്കിലും നമ്മൾ പറയില്ലേ താഴ്ന്നവനാണെങ്കിലും അല്ലെങ്കിൽ പണം പദവി ആത്മാഭിമാനം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ. അപ്പൊ അതിനുള്ള ക്ഷതം വരുമ്പോ സമ്പത്തിന്റെ മുന്നിൽ നിൽക്കണം, അല്ലെങ്കിൽ പദവി കൊണ്ടും പ്രശസ്തിയായിട്ട് നിൽക്കുന്ന ഒരാളിൽ നിന്ന് തല്ലി മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മേടിച്ച് ഉള്ളുകൊണ്ട് കരഞ്ഞിട്ടുണ്ടാവാം. അപ്പോ പക്ഷെ ആരും അതൊന്നും ചോദിക്കാനും ആരും ഇല്ലായിരുന്നു എന്നാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ അഷ്റഫ് അദ്ദേഹം വെളിപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ ഇത് അറിയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഒരു കഥാപാത്രം എന്ന നിലയിൽ അന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ 6-ാം തമ്പുരാന്റെ മുന്നിൽ കണ്ണീര് തൂകി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മുടെ ഹൃദയത്തെ വല്ലാണ്ട്
ബാധിച്ചിട്ടുണ്ട്. അത് അതിന് സമാനമാണ്, അതിനേക്കാൾ എത്രയോ ഭീകരമാണ് ആ സംവിധായകന്റെ അടികൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന ഉണ്ണികൃഷ്ണന്റെ അത് ചിത്രം. രോഗാവസ്ഥയിൽ അതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ. അപ്പൊ ഇതുപോലൊക്കെ ചർച്ച ചെയ്യപ്പെടണം, ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അതോടൊപ്പം തന്നെ രഞ്ജിത്തൊക്കെ എന്തായിരുന്നു, ഇതുപോലെ മുഖംമൂടി അണിഞ്ഞ ആൾക്കാരാണ് ഇവരൊക്കെ. സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോഴും ഇവർക്ക് ഉള്ളിലൊരു രാക്ഷസീയതയെ ഒളിച്ചു വെച്ചിട്ട് ഏറ്റവും നല്ല മാതൃകയായിട്ട് സമൂഹത്തിന് മുന്നിൽ നിന്നവരാണ്. പക്ഷെ എല്ലാം കാലം കണക്ക് തെളിയിക്കും എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. മുഖംമൂടികൾ അഴിഞ്ഞു കാരണം ഒരു ദിവസം നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ എന്താണെന്നുള്ളത് പുറത്ത് വരിക തന്നെ ചെയ്യും. എത്രയൊക്കെ ഒളിച്ചു വെച്ച് കഴിഞ്ഞാലും ചായത്തിൽ വീണ അല്ലെ കുറുക്കന്റെ കഥയാണ് എപ്പോഴും നമ്മൾ പാഠമാക്കേണ്ട ഒരു വിഷയം. അല്ല, രഞ്ജിത്തിന്റെ ആ ഒരു പ്രശസ്തി അതായിരുന്നല്ലോ പിന്നീട് CPM ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കിയതിന് പിന്നിലും തീർച്ചയായും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിലും ഒക്കെ. പക്ഷേ CPM പോലും ഇപ്പോൾ അടപടലം താഴെ വീണ് നിൽക്കുന്നു ഇയാളെ ചുമന്നതിന്റെ പേരിൽ. അതെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. അതായത് CPM-ലേക്ക് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അദ്ദേഹം നേരെ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നേരെ താഴേക്ക് പോയി. അതോടൊപ്പം അദ്ദേഹത്തിന് ചുമന്ന് എല്ലാത്തിനും ന്യായീകരിച്ച് ക്യാപ്സ്യൂൾ വിതരണം ചെയ്തത് കൊണ്ട് ഈ സംഘടന എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ചിരിയാണ്. ഈ സംഘടന ആരെ ന്യായീകരിക്കുമ്പോഴും ഇവരെ ഒരാളെയും തള്ളിപ്പറയില്ലെന്നുള്ളതാണ് ഏറ്റവും. കാരണം കൊന്നു വന്നു കഴിഞ്ഞാലും സംഘടനയ്ക്കൊപ്പം നിൽക്കുവാണെങ്കിൽ നമുക്കറിയാം PP ദിവ്യയുടെ തൊട്ട് എല്ലാ കഥകളും. KPSC നാടകങ്ങളിലൂടെ കേരളത്തിൽ വളർന്നു വന്ന ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം പിന്നീട് CPM-ന്റെ കരുത്തെന്ന് പറയുന്ന വിപ്ലവ പാട്ടുകളും ആ നാടകങ്ങളും ആലപ്പുഴയിലെ ആ ഒരു കലാ ലോകത്തിന്റെ സംഭാവനകളുമാണ്. പിന്നീട് തൃശ്ശൂരിലേക്കും കോഴിക്കോടേക്കും ഒക്കെ പാർട്ടി വളർന്നപ്പോൾ കരുത്തായി നിന്നത് ഈ സാംസ്കാരിക നെഞ്ചുറപ്പ് തന്നെയായിരുന്നു. അവരുടെ വാക്കുകളില്, അവരുടെ വിപ്ലവം സ്ഫുരിക്കുന്ന സിനിമകളില്, നാടകങ്ങളില്, ഗാനമേളകളിലൊക്കെ പാർട്ടി വളർന്നു. പക്ഷെ അതേ സാംസ്കാരിക നായകരും അതേ കലാകാരന്മാരും വെറും പൊയ്മുഖങ്ങളായിരുന്നു. അതല്ലേ കാലം തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും പൊയ്മുഖങ്ങളാണ്. അവിടെ സോഷ്യൽ മീഡിയക്കും ഒക്കെ വലിയൊരു പങ്കുണ്ടല്ലേ. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ വിപ്ലവ പാർട്ടി അന്നൊക്കെ പൊതുവേദികൾ ഇപ്പോൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ഇതൊക്കെ ഇവർ പറയുന്നത് ശരിയാണോ എന്നൊന്നും. കാരണം ആമസോൺ കാടുകളിൽ കാട്ടെത്തി ഇതുപോലൊക്കെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളായിരിക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുക. അന്ന് പാവപ്പെട്ട കർഷകരും ഒക്കെ ഇവരാണ് പ്രസ്ഥാനം. പക്ഷെ അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പാടി ജനങ്ങളെ പറ്റിച്ചു. പക്ഷെ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബുദ്ധിജീവി അതാണ് ഇവര് ഒരു ബുദ്ധിജീവിയുടെ മുഖംമൂടി ഇട്ടുകൊണ്ടാണ്. പക്ഷെ സത്യത്തിൽ എന്താണ് ബുദ്ധിജീവി ഉണ്ടോ? ബുദ്ധി ഒന്നുമില്ല. കാരണം ഇവര് പറയുന്നത് സാംസ്കാരിക നായകൾ ഇവിടെ അതാണ് ഏറ്റവും വലിയ എന്ത് വിഷയം വന്നാലും ഇല്ലല്ലോ. ഇത്തരം കാര്യങ്ങളിലൊക്കെ സാംസ്കാരിക നായകർ മൗനമാണ്. ഉണ്ണികൃഷ്ണനെ മുഖത്തടിച്ച് വീഴ്ത്തി എന്ന് ഇത്ര കൃത്യമായി അക്കമിട്ടാ പറയുന്നത്. സ്ഥലവും സന്ദർഭവും ആ സമയവും ഉൾപ്പെടെ കുറിച്ചിട്ടുകൊണ്ടാണ് അഷ്റഫ് ചൂണ്ടുവെല്ല് ഉയർത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് ജീവിച്ചിരിപ്പുണ്ട്, ഒടുവിലാണ് മരിച്ചുപോയത്. ആലോചിച്ച് നോക്കണം, ഇത് ഒരു ഉത്തരേന്ത്യയിലാണെന്ന് വിചാരിക്കുക. ഒന്നും വേണ്ട. ഇപ്പോ ഇത് സംഭവം നടന്നത് നമ്മുടെ ഒരു കേരളത്തിന്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയണം, സാംസ്കാരിക നായകന്മാർ ഉണർന്നെണീക്കണം, ഘോരഘോരം പ്രസംഗിക്കണം. അല്ല, കുരയ്ക്കണമെങ്കിൽ എന്തായിരിക്കണം? ഈ ഒരു സംഭവം നടന്നത് രഞ്ജിത്തിന് പകരം ഏതെങ്കിലും എന്താ പറയാ മോദിജിക്കൊപ്പം നിൽക്കുന്ന ഒരു സംവിധായകൻ ഒന്നും വേണ്ട. അങ്ങനെ അവിടെ ആ ഒരു സെറ്റിലാണ് നടന്നതെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു വെളിപ്പെടുത്തൽ വരുവാണെങ്കിൽ എന്തായനെ? പന്തം കൊളുത്തി പ്രകടനം കേരളം മുഴുവൻ അല്ലെ. ഇതിപ്പോ നിശബ്ദമാണ്, അത് നമുക്കറിയാം, സ്വാഭാവികമാണ്, നിശബ്ദമാണ്. പക്ഷെ ഈ ഒരു കാര്യത്തില് ആലപ്പി അഷ്റഫ് സാറിന് ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും ആൾക്കാരുടെ പൊയ്മുഖങ്ങള് തുറന്ന് കാണണം. മുഖംമൂടിയിട്ട വ്യക്തിത്വങ്ങളൊക്കെ എന്താണെന്ന് സമൂഹം തിരിച്ചറിയട്ടെ. വളരെ നന്ദി ശ്രീമതി അഞ്ജൻ. നന്ദി, നമസ്കാരം.